പണ്ട് കാലത്ത് പത്രങ്ങളിൽ വലിയ വാർത്ത വന്ന കാര്യം, ഞാനൊക്കെ നിരവധി തവണ ഈ ഫ്ലൈ ആഷ് കേസിൽ അവിടെ 20 കോടിയുടെ നഷ്ടം വന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ വിജിലൻസ് അന്വേഷണം എന്തായി? ഡ്രൈ ഫ്ലൈ ആഷ്, അതാണ് അതിൻ്റെ ശരിയായ നാമം. ഈ ഡ്രൈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് കൽക്കരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടമാണ്, അതിൻ്റെ ചാരമാണ്. അതായത് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കൽക്കരി കത്തിക്കുന്നു, ആ പ്രോസസ്സിൽ കൽക്കരിയുടെ ചാരം, അവശിഷ്ടമായ ചാരമാണ് കളക്ട് ചെയ്ത് അത് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് വഴി സിമൻറ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തു. അത് സിമൻറ്റ് നിർമ്മാണത്തിലെ ഒരു പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ്. ഇതാണ് ഈ ഡ്രൈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പേരിലുള്ള ഈ ഡ്രൈ ഫ്ലൈ ആഷ് വിതരണം ചെയ്തു. ഞാൻ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന കമ്പനി ഡ്രൈ ഫ്ലൈ ആഷ് വിതരണം ചെയ്തു, മലബാർ സിമന്റ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഡ്രൈ ഫ്ലൈ ആഷ് വിതരണത്തിന് ഒരൊറ്റ കരാറിലാണ് ഞാൻ ഏർപ്പെട്ട്. 10 വർഷത്തേക്കുള്ള ഒരു ദീർഘകാല കരാറിൽ ഞാൻ ഏർപ്പെട്ടു കമ്പനിയുമായിട്ടും. ആ കരാറിലെ സപ്ലൈ, അതായത് മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ള ഭാഗത്തിന് ഒരു വിജിലൻസ് കേസാക്കി. അത് കഴിഞ്ഞ് അതിനെ ലോറിയിൽ കടത്തുന്നതിനെ കുറിച്ച് മറ്റൊരു കേസാക്കി. അങ്ങനെ 2 കേസുകൾ, അതായത് കേസിന്റെ എണ്ണം കൂട്ടണമല്ലോ. തൽപര കക്ഷികൾക്ക് എനിക്കെതിരെ പരമാവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഒരേ കരാറിന്, അതായത് ചുണ്ണാമ്പ് കല്ലിന്റെ കാര്യത്തിൽ കടത്ത്, ചുണ്ണാമ്പ് കല്ല് കുഴിച്ചെടുക്കൽ, പാട്ടം, ഈ 3 കരാറിനും കൂടി ഒറ്റ കേസ്. അത് ഫ്ലൈ ആഷിന് വന്നപ്പോൾ സപ്ലൈക്ക് ഒരു കേസ്, ട്രാൻസ്പോർട്ടിന് മറ്റൊരു കേസ്. ഞാൻ ഇതിന്റെ തുടക്കം മുതൽക്ക് അതിന്റെ ചരിത്രം പറയുകയാണ്. അങ്ങനെയുള്ള 2 കേസിലും കൂടി എനിക്കെതിരെ 23 കോടി രൂപ കമ്പനിക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണമാണ് ഉയർത്തിയിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ചും പറയാം. ഞാൻ അവിടെ ചാരം നൽകിയ വിലയേക്കാൾ, അതായത് എൻ്റെ കയ്യിൽ നിന്നും മലബാർ സിമന്റ് ചാരം വാങ്ങിയിട്ടുണ്ടല്ലോ, ആ വിലയേക്കാൾ, അതായത് അതിന്റെ ലാൻഡഡ് കോസ്റ്റാണ് ഞാൻ പറയുന്നത്, അവർക്ക് അവരുടെ കമ്പനിയിൽ എത്തപ്പെട്ട വിലയാണ് ഞാൻ പറയുന്നത്. അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ സപ്ലൈ ചെയ്തതിന് മുൻപോ പിൻപോ ഇന്ന് വരെ മലബാർ സിമന്റ്സിന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഒരിടത്തുനിന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ പോന്നതിന് ശേഷം 500 മുതൽ 1000 രൂപ ടൺ ഒന്നിക്ക് കൂടുതൽ ചെലവഴിച്ചാണ് മലബാർ സിമന്റ് ഡ്രൈ ഫ്ലൈ ആഷ് വാങ്ങിയത്. വിശ്വസിക്കാനാവുമോ താങ്കൾക്ക്? ഞാൻ പോന്ന ശേഷം, അഥവാ എന്നെ ഈ കേസിൽപ്പെടുത്തി കേസ് ചാർജ് ചെയ്ത് എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ട ശേഷം കമ്പനി വാങ്ങിയത് ഒരു ടണ്ണിന് 500 രൂപ മുതൽക്ക് 1000 രൂപ അധിക വില കൊടുത്താ വാങ്ങിയത്. ഇത് റെക്കോർഡ് ചെയ്യാണ് താങ്കൾ, നാളെ ടെലികാസ്റ്റ് ചെയ്തേക്കാം, നാളെ പുറത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചേക്കാം. വെല്ലുവിളിക്കുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ല എന്ന് വിജിലൻസിന്റെയോ രാഷ്ട്രീയക്കാരോ മറ്റുദ്യോഗസ്ഥരോ ആർക്കെങ്കിലും ഇത് തെളിയിക്കാൻ കഴിയുമോ? അവര് പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. കള്ളക്കേസായിരുന്നു. അത്തരത്തിൽ ഒരു കേസ് ഉണ്ടാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ഇനി അതിന്റെ വേറൊരു ഗതി എന്താണ്? അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കട്ട കേസ് തൃശൂർ വിജിലൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇവര് 2 സംഭവങ്ങൾ കൂടി ഉണ്ടായി. ഒന്ന്, CNDG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി VM രാധാകൃഷ്ണൻ MD ആയ ARK വുഡ് ആൻഡ് മെറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങാത്തത് വഴി കമ്പനിക്ക് കോടാനുകോടി രൂപയുടെ നഷ്ടമുണ്ടായി. അതായത് VM രാധാകൃഷ്ണന്റെ സ്ഥാപനത്തിൽ നിന്നും ഡ്രൈ ഫ്ലൈ ആഷ് വാങ്ങാത്തത് വഴി കോടാനുകോടി രൂപയുടെ നഷ്ടം ആർക്കുണ്ടായി? മലബാർ സിമന്റ് ഉണ്ടായി എന്ന് CNDG, ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്, കോസ്റ്റ് ഓഡിറ്റർ, ഇവര് മുഴുവൻ കണ്ടെത്തി രേഖപ്പെടുത്തി കമ്പനിക്ക് നൽകി. അങ്ങനെ കമ്പനിക്ക് നൽകിയപ്പോ വിജിലൻസ് വകുപ്പ് എന്ത് ചെയ്തെന്നറിയോ? ഈ നഷ്ടം, അതായത് കോടാനുകോടി രൂപയ്ക്ക് നഷ്ടം കമ്പനിക്ക് ഉണ്ടായതിന്റെ പേരിൽ പുതിയൊരു FIR അവർ രജിസ്റ്റർ ചെയ്തു. എത്ര വിചിത്രമാണെന്ന് നോക്കൂ. ഞാൻ സപ്ലൈ ചെയ്തത് വഴി 18 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച വിജിലൻസ് എന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാതെ വഴി 14 ചില്ലാൻ കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് അതിന്റെ കുറ്റവാളികളായ ആളുകൾ ഇന്ന ആളുകളാന്ന് പറഞ്ഞുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്ത് നിലനിൽക്കുന്നു. ഒന്ന്. അടുത്തത്, ഇതേ കമ്പനി
കേരള സർക്കാരിന്റെ അനുവാദത്തോട് കൂടിയിട്ട് 1,82,00,000 രൂപ കോർട്ട് ഫീ ഒടുക്കിയിട്ട് തൂത്തുക്കുടി ജില്ലാ കോടതിയിൽ, അതായത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലാ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് എനിക്കും എന്റെ സ്ഥാപനത്തിനുമെതിരെ. എന്താണ് കേസ് എന്ന് അറിയാമോ? ഞാൻ അവർക്ക് ഡ്രൈ ഫ്ലൈ ആഷ് വിതരണം ചെയ്യാത്തത് വഴി, അഥവാ ഡ്രൈ ഫ്ലൈ ആഷ് വിതരണ കരാറിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയതിനാൽ അവർക്ക് മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്നും കൂടിയ വിലക്ക് ഈ ഡ്രൈ ഫ്ലൈ ആഷ് വാങ്ങേണ്ടി വന്നു എന്നും അതുവഴി അവർക്ക് ആയിരക്കണക്കിന് രൂപ ടണ്ണൊന്നിക്ക് അധിക വില കൊടുക്കേണ്ടി വന്നുവെന്നും ആ ഇനത്തിൽ 23 കോടി രൂപയോളം അവർക്ക് അധിക ചെലവുണ്ടായിട്ടുണ്ടെന്നും ആ 23 കോടി രൂപയും അതിന്റെ പലിശയും രാധാകൃഷ്ണ സ്ഥാപനവും തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ കോടതിയെ തൂത്തുക്കുടി ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ കേസ് ഫയൽ ചെയ്യാൻ ഏതാണ്ട് 2 കോടി രൂപ അവർ ചെലവഴിച്ചു. അതായത് അത് ശരിയല്ലായിരുന്നെങ്കിൽ സർക്കാർ അതിന് അനുമതി കൊടുക്കുമായിരുന്നു, കമ്പനി ഡയറക്ടർ ബോർഡ് അനുമതി കൊടുക്കുമായിരുന്നു. ഇപ്പൊ വാസ്തവത്തിൽ എന്താണെന്ന് കരുതിയാൽ വിജിലൻസ് പറയുന്നു 18 ചില്ലാൻ കോടി രൂപ ഞാൻ സപ്ലൈ ചെയ്ത് വഴി നഷ്ടമുണ്ടായി എന്ന്. കമ്പനിയും സർക്കാരും പറയുന്നു എന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാത്തത് വഴി. കമ്പനി സർക്കാരും മാത്രമല്ല, CNDG, കോസ്റ്റ് ഓഡിറ്റർ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്, ഇത്രയും പേര് പറയുന്നു രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാതെ കരാർ അവസാനിപ്പിച്ചത് വഴി കമ്പനിക്ക് 23 കോടി രൂപ നഷ്ടമുണ്ടായി എന്ന്. ഇനി പൊതുജനം പറയട്ടെ, നാട്ടുകാർ പറയട്ടെ, ഇതിൽ ഏതാണ് ശരിയെന്ന്. 18 കോടിയുടെ നഷ്ടത്തിന് ഒരു രേഖയുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ. എന്റെ കരാറ് റദ്ദാക്കിയത് അല്ലെങ്കിൽ എന്റെ കരാറിനെതിരെ വിജിലൻസ് കേസെടുത്തത് വഴി മലബാർ സിമന്റ് നഷ്ടമുണ്ടായി എന്നുള്ളതാണ് വസ്തുത. അതാണ് യാഥാർത്ഥ്യം. അതാണ് തൂത്തുക്കുടി ജില്ലാ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള മുഴുവൻ രേഖകളും തെളിയിക്കുന്ന വസ്തുത. ഇനി ഒരു കേസ് കൂടി വിജിലൻസിന്റെ ഉണ്ടല്ലോ, ഈ ബാഗ് കേസ് എന്ന് പറയുന്നത്, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബാഗുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇരട്ടപ്പേരുണ്ടായി എന്നൊക്കെ പറഞ്ഞല്ലോ. അതെ, ആ കരാറിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ രസകരമായ ഒരു കേസാണത്. മലബാർ സിമന്റ്സ് ടെൻഡർ വഴി ബാഗ് വാങ്ങാൻ ഒരു കരാറിൽ ഏർപ്പെട്ടു ബോംബെയിലുള്ള ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ ബോംബെയിലുള്ള ആ സ്ഥാപനമാണ് ആ കാലയളവിൽ ആ പ്രത്യേകതരം ബാഗിന്റെ ഏക ഉൽപാദകർ, അതായത് പ്രൂവൺ ഉൽപാദകർ, തെളിയിക്കപ്പെട്ട ഉൽപാദകർ. മറ്റു പലരും ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഉൽപ്പന്നം ആ ഗുണനിലവാരം ഉള്ളതല്ലായിരുന്നു. ആ കമ്പനി മലബാർ സിമന്റ്സിലെ ടെൻഡറിൽ പങ്കെടുക്കുന്നു, കരാറിൽ ഏർപ്പെടുന്നു, അവർക്ക് സപ്ലൈ ചെയ്യുന്നു, അവരത് വാങ്ങിക്കുന്നു, അവര് വിജയകരമായി കരാറുകൾ പൂർത്തിയാക്കുന്നു, തൃപ്തികരമായി പൂർത്തിയാക്കുന്നു, അവരുടെ EMD തിരിച്ചു കൊടുക്കുന്നു, അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വിജിലൻസ് കണ്ടെത്തുകയാണ് ഞാനും ആ സ്വകാര്യ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മീഷൻ കരാർ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ ബോംബെ സ്ഥാപനം ഞാനുമായിട്ട് ഒരു കരാറുണ്ടായിരുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കുന്നതിന് എനിക്ക് കമ്മീഷൻ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ പേരുള്ള ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാറിൽ ആ സ്വകാര്യ സ്ഥാപനം ഏർപ്പെട്ടിരുന്നു. നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്വകാര്യ സ്ഥാപനം ഒരു സ്വകാര്യ വ്യക്തിയുമായി ഒരു കരാറിൽ, ഞാനും മലബാർ സിമന്റുമായി കരാറില്ല, ഞാൻ മലബാർ സിമന്റിന് എന്തെങ്കിലും ഉൽപ്പന്നം വിൽക്കാമെന്ന കരാറില്ല, പൊതുഖജനാവിലെ 1 രൂപ എനിക്ക് തന്നിട്ടില്ല. ഈ ബോംബെയിലെ ഈ സ്വകാര്യ സ്ഥാപനമാണ് കമ്മീഷൻ ഇനത്തിൽ എനിക്ക് പണം തന്നതായി ആരോപിക്കുന്നു. പണം തന്നിട്ടുമുണ്ട്, സ്വീകരിച്ചിട്ടുമുണ്ട്. എനിക്ക് ഈ രാജ്യത്ത് ധാരാളം കമ്മീഷൻ വാങ്ങുന്ന പ്രസ്ഥാനങ്ങളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഞാനും അവർക്ക് വേണ്ടി പണിയെടുത്ത് അതിന്റെ ഭാഗമായിട്ട് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. വസ്തുതയാണ്. ഈ കമ്മീഷൻ വാങ്ങിയതാണ് അപരാധമായിട്ട് ആര് ഉന്നയിക്കുന്നത്? വിജിലൻസ് ഉന്നയിക്കുന്നത്. അതായത് പൊതുഖജനാവിന്റെ നയാ പൈസ ഞാൻ വാങ്ങിയിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, അവർക്ക് റേറ്റ് കൊടുത്തിട്ടില്ല, അവരുടെ ടെൻഡറിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, അവർക്ക് ഞാൻ വില കോട്ട് ചെയ്തിട്ടില്ല. വില കോട്ട് ചെയ്തത് ബോംബെയിലെ സ്ഥാപനം, വില ഉറപ്പിച്ചത് അവര്, നെഗോസിയേഷനിൽ പങ്കെടുത്തത് അവര് തമ്മിൽ തീരുമാനിച്ച റേറ്റിന് അവർക്ക് കൊടുത്ത ശേഷം അയാൾക്ക് ഇഷ്ടമുള്ള കമ്മീഷൻ എനിക്ക് തന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ അടിസ്ഥാനം. ഇനി അതുമായിട്ട് പറയുമ്പോൾ ചില സമീപകാല, പേര് പറയാതെ ചില സമീപകാല സംഭവങ്ങൾ ഞാൻ പറയുകയാണ്. എനിക്ക് പണം കിട്ടിയത് ബാങ്ക് വഴിയാണ്, കമ്മീഷൻ കിട്ടിയത്. ഞാനതിന് സർവീസ് ടാക്സ് അടച്ചു.
ഞാനതിന് ഇൻകം ടാക്സ് അടച്ചു, ഞാൻ എൻ്റെ ഇൻകം ടാക്സ് കണക്കുകളിൽ അതിൻ്റെ തെളിവുകൾ മുഴുവൻ കൊടുത്തു, ആദായ നികുതിക്ക് ഞാൻ സമർപ്പിച്ച എല്ലാ കണക്കുകളും അതുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടും ഞാൻ ആ പണം വാങ്ങിയത് തെറ്റാണെന്ന്. സമീപകാലത്ത് വളരെ വിവാദമായ ചില സംഭവങ്ങളുണ്ടല്ലോ. അവിടേക്ക് എന്താണ് വാദം നമ്മൾ കേട്ടിട്ടുള്ളത്? സ്വകാര്യ സ്ഥാപനം സ്വകാര്യ വ്യക്തിക്ക് പണം കൊടുത്താൽ, ബാങ്ക് വഴി പണം കൊടുത്താൽ എന്തിനാണത് കൊടുത്തതെന്ന് പോലും അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിലെന്താ തെറ്റുള്ളത്? അവര് ടാക്സ് അടച്ചിട്ടില്ലേ? അവർ ആദായ നികുതി അടച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് അതിൽ തെറ്റായ ഒരു കാര്യം ഉദിക്കുന്നത്? അപ്പോ പലർക്കും പല നീതിയാണ്. അത്തരം കാര്യങ്ങളിൽ നീതി അതാണെന്ന് പറയുന്നു. അത് എന്റെ കാര്യത്തിൽ മാത്രം, ഈ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെ നിരവധി സംഭവങ്ങളിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾ സർക്കാർ പരിശോധിക്കേണ്ടതോ വിജിലൻസ് പരിശോധിക്കേണ്ടതോ ആയിട്ടില്ലെന്നും, അത് സ്വകാര്യ വ്യക്തികളുടെ ഇടപാടുകൾ മാത്രമാണെന്നും, അവര് ഹവാല വഴി ഇടപാട് നടത്തിയാൽ, രേഖകളില്ലാതെ ഇടപാടുകൾ നടത്തിയാൽ മാത്രമേ ഒരു സർക്കാർ സംവിധാനം അത് പരിശോധിക്കേണ്ടതുള്ളൂ എന്നുമാണ് പറഞ്ഞത്. പക്ഷേ രാധാകൃഷ്ണന്റെ കാര്യം വന്നപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനം ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ, മറ്റിടത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിവാദ കാര്യങ്ങളിൽ ഒരു കരാർ പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ കരാർ എന്താണെന്ന് ആരും കണ്ടിട്ടില്ല. ഇവിടെ കരാർ പോലും പബ്ലിക് ഡൊമൈനിലുണ്ട്. എന്റെ കരാർ എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കരാറിന്റെ പകർപ്പ് അന്വേഷണ ഏജൻസിന്റെ കൈവശമുണ്ട്. ഞാൻ അവർക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വാങ്ങിയ കമ്മീഷൻ അപരാധം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് കേസെടുത്തില്ല. ഇനി അതിന്റെ മറ്റൊരു വശം കൂടി നോക്കാം. മലബാർ സിമന്റ്സ് ഇതേ ഉൽപ്പന്നം സ്വന്തം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. ഡയറക്ടർ ബോർഡ് തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി. ആ പ്രോജക്ട് റിപ്പോർട്ടിൽ പറയുന്നത്, ഈ ബോംബെയിലെ സ്വകാര്യ സ്ഥാപനം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വിലയേക്കാൾ കൂടുതലായിരിക്കും അവർ സ്വന്തം നിലയ്ക്ക് ഉൽപ്പാദിപ്പിച്ചാൽ ഒരു ബാഗ് ഒന്നക്ക് വരാവുന്ന വില. അതായത് ഒരു ബാഗ് ഒന്നക്ക് 50 പൈസയിൽ കൂടുതൽ വിലയ്ക്ക് മാത്രമേ ഈ മലബാർ സിമന്റ് സ്വന്തം നിലയ്ക്ക് ഫാക്ടറി സ്ഥാപിച്ച് ഉൽപ്പാദിപ്പിച്ചാൽ അതിന്റെ ഉൽപാദന വില അത്രയും വരും. അതുകൊണ്ട് അതിലും കുറഞ്ഞ വിലക്കാണ് ഈ ബോംബെ സ്ഥാപനം കൊടുത്തത്. അപ്പൊ ബോംബെ സ്ഥാപനം കൊടുത്തതിന്റെ പേരിൽ, എനിക്ക് കമ്മീഷൻ തന്നതിന്റെ പേരിൽ ഒരു കേസെടുത്തു എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തേണ്ട കേസുകളാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട. അത് ബാക്കി വിചാരണയിൽ ഇരിക്കട്ടെ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാൻ കാരണം, പിന്നെ വലിയവന് വലിയ നീതി, ചെറിയവന് വേറൊരു നീതി എന്നുള്ള നീതി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. GST അടച്ച് ആദായ നികുതി അടച്ചാൽ ചിലർക്ക് അത് മുഴുവൻ വിശുദ്ധമായ പണം, GST അടച്ച് സർവീസ് ടാക്സ് അടച്ച് ആദായ നികുതി അടച്ച് കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ VM രാധാകൃഷ്ണൻ ബിസിനസ് ചെയ്താൽ അത് അപരാധം, കൊള്ള, അഴിമതി, പിന്നെ എന്താ പറയുക, പൊതുഖജനാവിനെ കൊള്ളയടിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ബാക്കി അത് നമ്മൾ വിചാരണ കോടതി തീരുമാനിക്കട്ടെ.